നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലെ അഞ്ചാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. SCRT പവർ പാക്ഡ് അല്ലെ, SCRT പവർ പാക്ഡ്. ഇതിൽ നമ്മുടെ പേര് പോലെ തന്നെ നമ്മുടെ LGSൻ്റെയും 10th പ്രിലിംസിൻ്റെയും സിലബസ് വൈസ്ഡ് SCRTയിൽ എന്തൊക്കെ ചാപ്റ്റർ നമ്മൾ പഠിക്കണോ അതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന്. നമ്മൾ സിലബസ് നോക്കുമ്പം, അതായത് ഒന്നാമത്തെ മൊഡ്യൂളിൽ ഒന്നാമത്തെ ടോപ്പിക് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കാലഘട്ടവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ. ഈ ഒരു ടോപ്പിക് എവിടെയാണ് പറയുന്നത്? ഈ ഒരു ടോപ്പിക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ, 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് ഇത് പറയുന്നത്. ഏതാണ് ചാപ്റ്ററിൻ്റെ പേര്? അധിനിവേശവും ചെറുത്തുനിൽപ്പും. അധിനിവേശവും ചെറുത്തുനിൽപ്പിലും ആണ് ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ അടുത്ത ടോപ്പിക് എന്താണ്? ദേശീയ പ്രസ്ഥാനങ്ങൾ. അത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് SCRT എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ മോക്ക് ടെസ്റ്റിലൂടെ പഠിച്ചിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ചത് എന്ന്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ചത് എന്ന്? 1601 ഏപ്രിൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ചത് 1601 ഏപ്രിലാണ്. അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൺ, ആ കപ്പലുകളൊക്കെയാണ് ഈ സുമിത്രയെന്നും ജാവയെന്നൊക്കെ കുരുമുളകായിട്ട് തിരിച്ചു വന്നത്. ഇത് നമ്മുടെ ചാപ്റ്ററിൽ ഇൻട്രോയിൽ ഒരു കുഞ്ഞു പെട്ടിയായിട്ട് കൊടുത്തതാണ്. അതിൽ ആ ഒരു ഇത് വരുന്നത് ജെയിംസ് ഹുൾച്ചറിൻ്റെ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല ലാഭത്തെക്കുറിച്ചുള്ള വിവരണം പാഠഭാഗത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്? അത് ക്യാപിറ്റലിസം എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഏരിയയാണ് എടുത്തത്. ചോദിക്കില്ല, എന്നാലും നമ്മൾ ആഡ് ചെയ്തതാണ്. ജെയിംസ് ഹുൾച്ചറിൻ്റെതാണ് എന്ത്? ക്യാപിറ്റലിസം എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ആരെഴുതിയതാണ്? ജെയിംസ് ഹുൾച്ചർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ആ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അതെടുത്തത്. അടുത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രണ്ടാം ദൗത്യയാത്ര ലണ്ടനിൽ നിന്നും ആരംഭിച്ചതെന്ന്? അപ്പോൾ ഇവർക്ക് ലാഭം കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ഓക്കെ, ഇനിയും പോവാന്ന് പറഞ്ഞിട്ട് വരികയാണ്. അങ്ങനെ 1604 മാർച്ച് 25 കേട്ടോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രണ്ടാം ദൗത്യയാത്ര ലണ്ടനിൽ നിന്നും ആരംഭിച്ചതെന്നാണ് ഓപ്ഷൻ ബി. 1604 മാർച്ച് 25 അങ്ങനെ ഒരു കപ്പലില്ലേ, സൂസാൻ പറഞ്ഞ കപ്പൽ അവിടെ ചെന്നിട്ട് ഇടിച്ച് ബാക്കിയുള്ള അസെൻഷ്യലും ഡ്രാഗണിലെ ഹെക്ടറിലെ നാവികരൊക്കെ മരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി 1606 ഇവർ തിരിച്ചെത്തിയിട്ട് ഇവർക്ക് എത്ര ചിലവായോ അത്രയും അതിൻ്റെ 95% ലാഭം കൊയ്തിട്ടൊക്കെയാണ് അവർ തിരിച്ച് വരുന്നത്. 1606 തിരിച്ച് എങ്ങനെ ലണ്ടനിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ കപ്പൽ ഇടിക്കുന്നൊക്കെ സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യന്മാരെ കിഴക്കോട്ടുള്ളൊരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിൽ താഴെ പറയുന്നവയിൽ എന്താണ്? യൂറോപ്യന്മാർ കിഴക്കോട്ടുള്ളൊരു സമുദ്രപാത കടൽമാർഗം കണ്ടെത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? യൂറോപ്പിൽ കപ്പൽ നിർമ്മാണത്തിലുണ്ടായ പുരോഗതി അതൊരു കാരണമായിരിക്കൂലേ, കാരണം ഒരു കപ്പലിലാണ് വരുന്നത്, അപ്പോൾ അതൊരു കാരണമാണ്. കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ വളർച്ച അതെന്തായാലും ശരിയാണ്. അതുപോലെ തന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് അതാണ് പ്രധാന കാരണം. അപ്പോൾ ഇത് മൂന്നും എന്താണ്? ഈ ഒരു കടൽമാർഗം കണ്ടെത്താനുള്ളൊരു കാരണങ്ങളിലേക്ക് നയിച്ചതാണ്. പിന്നെ യാത്രാ വിവരണങ്ങൾ, യൂറോപ്പിൽ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള കച്ചവട സാധ്യത, ഇതൊക്കെ തന്നെ ഇതിനുള്ള കാരണങ്ങളാണ്. ഇതിൽ പറയാത്ത കാരണങ്ങൾ അതൊക്കെ തന്നെയാണ്. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഒരു കടൽമാർഗം കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള പ്രധാന കരമാർഗ വാണിജ്യ കേന്ദ്രമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്ത വർഷം ഏതാണ്? യൂറോപ്പും ഏഷ്യയും തമ്മിൽ പ്രധാന കരമാർഗ വാണിജ്യ കേന്ദ്രമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്ത വർഷം 1453. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ ആര് പിടിച്ചെടുക്കുന്നത്? തുർക്കികൾ പിടിച്ചെടുക്കുന്നത്. അതൊരു കാരണം കൊണ്ടാണ് ആ ഒരു കരമാർഗം അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ടും കൂടിയാണ് ഇവരെന്ത് കടൽമാർഗം വഴി വരുന്നത്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരായിരുന്നു? എപ്പോഴും പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ, പോർച്ചുഗീസുകാർ. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് സമീപമുള്ള കാപ്പാട്, എവിടെയാണ്? കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് ആണ് കപ്പൽ ഇറങ്ങിയത്. ഏത് വർഷമാണ്? 1498 കപ്പൽ ഇറങ്ങുന്നത്. 1497 പോർച്ചുഗൽ ലിസ്ബണിൽ നിന്ന് ഇദ്ദേഹം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ കേപ്പ് വെർദെ ദ്വീപുകൾ, അറ്റ്ലാന്റിക് സമുദ്രം, ആഫ്രിക്ക ഭൂഖണ്ഡം, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, മഡഗാസ്കർ, അറേബ്യൻ സീ വഴി എവിടെ എത്താണ്? കാലിക്കറ്റിൽ എത്താണ്. 1498 ഇവിടെ എത്തുന്നത്? കാപ്പാട്, കോഴിക്കോട് കാപ്പാട് കപ്പൽ ഇറങ്ങുന്നത്. അങ്ങനെ വാസ്കോ ഡ ഗാമ കാപ്പാട് എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു?
ഓപ്ഷൻ സി സാമൂതിരി രാജാക്കന്മാരായിരുന്നു. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി രാജാക്കന്മാർ. വാസ്കോഡ ഗാമ കപ്പൽ യാത്രയ്ക്ക് ഉപയോഗിച്ച പ്രധാന കപ്പലുകളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അത് ഓപ്ഷൻ സി ഹെക്ടർ ആണ്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബേരിയോ. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബേരിയോ. ഗബ്രിയൽ, റാഫേൽ, ബേരിയോ. ഇതാണ് ആ ഒരു കപ്പൽ വ്യൂഹം, ഗാമ വന്ന കപ്പൽ വ്യൂഹത്തിൽ പെടുന്നത്. അതിൽ ഗബ്രിയലിലായിരുന്നു ആര് വന്നത്? ഗാമ വന്നിട്ടുള്ളത്. കൂടെ ഒരു തടവ് പുള്ളിക്കാരൻ, ജോവൻ ന്യൂനോസ് പേരുള്ള തടവ് പുള്ളിക്കാരനൊക്കെ ഉണ്ട്. അതൊന്നും ടെക്സ്റ്റിൽ പറയുന്നില്ല. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകാതിരുന്നപ്പോൾ ഗാമ ഏത് രാജാവിൽ നിന്നാണ് വ്യാപാര അനുമതി നേടിയത്? സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകാതിരുന്നപ്പോൾ ഗാമ കണ്ണൂർ കോലത്തിരി രാജാക്കന്മാരിൽ നിന്നാണ് വ്യാപാര അനുമതി നേടിയിട്ടുള്ളത്. ഏതാണ്? കണ്ണൂർ കോലത്തിരി രാജാക്കന്മാരാണ് ഇവർക്ക് അനുമതി നൽകി. അങ്ങനെ ഒരു കുറേ കുരുമുളകൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 1499 തിരിച്ച് ലിസ്ബണിലെത്തി 60% പ്രോഫിറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ആക്രമണങ്ങളിൽ നിന്നും പശ്ചിമ തീരത്തെ പ്രദേശത്തെ സംരക്ഷിക്കുന്ന കപ്പൽ പടത്തലവന്മാർ, അതായത് സാമൂതിരിയുടെ സൈനിക നേതാക്കൾ അല്ലെങ്കിൽ കപ്പൽ പടത്തലവന്മാരെ എന്താണ് പറയുക? കുഞ്ഞാലി മരക്കാർ എന്നാണ്. 4ാമത്തെ കുഞ്ഞാലി മരക്കാരെ പോർച്ചുഗീസുകാർ എവിടെ വെച്ചാണ് വധിച്ചത്? 4ാമത്തെ കുഞ്ഞാലി മരക്കന്മാരെ പോർച്ചുഗീസുമാർ വധിച്ചത് ഗോവയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരക്കാർ 3ാമതാണ്. കുഞ്ഞാലി മരക്കാർ 4ാമൻ ഗോവയിൽ വെച്ചിട്ട് വധിക്കപ്പെടുന്നുണ്ട്. 3ാമനാണ് ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അത് ആക്ച്വലി പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളിൽ പെടാത്തത് ആയിപ്പോയി. പക്ഷേ ഇത് മേശ, കസേര, ജനൽ, പേന ഈ വാക്കുകളൊക്കെ നമുക്ക് കിട്ടിയത് എവിടുന്നാണ്? പോർച്ചുഗീസുകാർ എടുത്തുനിന്നാണ്. മേശ, കസേര, ജനൽ, പേന ഇതൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടിയത്? ഈ പോർച്ചുഗീസുകാർ എടുത്തുനിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാർ കേരളത്തിൽ പരിചയപ്പെടുത്തിയ കാർഷിക വിളകളിൽ പെടാത്തത് ഏത്? കശുമാവ്, പപ്പായ, പേരയ്ക്ക, കുരുമുളക്. പെടാത്തത് ഏതാണ്? കുരുമുളകാണ്. പറങ്കിമാവ് അല്ലെങ്കിൽ കശുമാവ്, പേരയ്ക്ക, പപ്പായ ഇതൊക്കെ ഒരു പാ വെച്ചിട്ടല്ല, അങ്ങനെ കണക്ട് ചെയ്യാം. പപ്പായ, പറങ്കിമാവ്, പേരക്ക ഇതൊക്കെ പോർച്ചുഗീസുകാർ നമുക്ക് തന്ന സംഭാവനയായിട്ട് കണക്കാക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട പോർച്ചുഗീസുകാർ എവിടെയാണ് സ്ഥാപിച്ചത്? മാനുവൽ കോട്ട പോർച്ചുഗീസുകാർ എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിലാണ് മാനുവൽ കോട്ട പോർച്ചുഗീസുകാർ സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് പ്രദേശമാണ് പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായിരുന്നത്? ഗോവ, ദാമൻ ദിയു ഇവയെല്ലാം എന്താണ്? പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായിരുന്നു. ഗോവ, ദാമൻ ദിയു. പിന്നെ നമ്മുടെ കൊച്ചി എന്താണ്? പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ച യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. കേരളത്തിൽ ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയത് പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്നതാരാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ് സ്വദേശികളായ യൂറോപ്യന്മാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹോളണ്ടുകാർ അല്ലെങ്കിൽ നെതർലാൻഡുകാർ, ഡച്ചുകാർ എന്നാണ് പറയുന്നത്. എന്താണ്? ഡച്ചുകാർ. പോർച്ചുഗീസിന് ശേഷം വന്നതാരാണ്? ഡച്ചുകാർ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത്? നാഗപട്ടണം, ചിൻസുര, ബറോച്ച്, മുംബൈ. നാഗപട്ടണം, മുംബൈ, ചിൻസുര, ബറോച്ച് ഏതാ പെടാത്തത്? മുംബൈ ആണ്. നാഗപട്ടണം, ചിൻസുര, ബറോച്ച് അതുപോലെ തന്നെ അഹമ്മദാബാദ് ആണ് കൂടെ വരുന്നത്. ഡച്ചുകാരുടെ പ്രദേശങ്ങളിൽ മുംബൈ അല്ല, കൂടെ ഏതാ വരുന്നത്? അഹമ്മദാബാദ് ആണ്. നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ചരിത്ര പ്രസിദ്ധമായ കുളച്ചൽ നടന്ന വർഷം ഏത്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും 1741. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു യൂറോപ്യൻ ശക്തിയെ ഇന്ത്യൻ ഭരണാധികാരി പരാജയപ്പെടുത്തിയ ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു? അത് കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മ വേഴ്സസ് ഡച്ചുകാർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡച്ചുകാർക്ക് കേരളവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ സംഭാവനയായ 742 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ഹോർത്തൂസ് മലബാറിക്കസ്. ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 742 സസ്യങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? ഓപ്ഷൻ 2 വന്നതാണ്. ഹെൻറിക് വാൻ റീഡ് ആണ്. ഓപ്ഷൻ എ വാൻ റീഡ് ഓക്കെയാണ്. ഹെൻറിക് വാൻ റീഡ് ആണ് എന്ത് വരുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? ഹെൻറിക് വാൻ റീഡ്. ആരാണ്? ഹെൻറിക് വാൻ റീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിൽ വാൻ റീഡിനെ സഹായിച്ച പ്രധാന മലയാളി വൈദ്യൻ ആരായിരുന്നു?
പ്രധാന മലയാളി വൈദ്യൻ ആരാന്ന് ചോദിച്ചാൽ ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതൻ ആരാണ്? പ്രധാന മലയാളി വൈദ്യൻ. രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട്. രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട് ഇവരും എന്തിന് സഹായിച്ചിട്ടുണ്ട്? ഈ ഒരു രചനയ്ക്ക് സഹായിച്ച ആൾക്കാർ തന്നെയാണ് രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട്. പിന്നെ ഈ ഒരു ബുക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ ബുക്കും കൂടിയാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ KS മണിലാലാണ്. ആരാണ്? മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. ഡോക്ടർ KS മണിലാലാണ് ഇത് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും സംഭാവന ചെയ്തിട്ടുള്ളത്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാർക്കും ശേഷം പിന്നാലെ ലാസ്റ്റായിട്ട് കച്ചവടത്തിന് വന്നത് ആരാണ്? അതായത് നാലാമതായിട്ട് കച്ചവടത്തിന് വന്നത് ഫ്രഞ്ചുകാരാണ്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാർക്കും പിന്നാലെ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഫ്രഞ്ചുകാർ. ഓപ്ഷൻ ബി, ഫ്രഞ്ചുകാരാണ് ഡച്ചിനും ബ്രിട്ടീഷിനും പിന്നാലെയായിട്ട് ഇന്ത്യയിലേക്ക് വ്യാപാരത്തിന് വന്ന യൂറോപ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. എന്താണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. കർണാട്ടിക് യുദ്ധങ്ങളുടെ ഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഇന്ത്യയിലെ താഴെ പറയുന്ന ഏത് പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി? പോണ്ടിച്ചേരി, യാനം, കരൈക്കൽ, മാഹി. എവിടേക്കാണ് ഫ്രഞ്ചിൻ്റെ ഭരണം ചുരുങ്ങിയത്? ആകെ 4 പ്രദേശങ്ങളിലേക്കായി. അത് ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, യാനം, കരൈക്കൽ, മാഹി. നമ്മുടെ മാഹി. യെസ്. അടുത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിതമായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിതമായി. ബ്രിട്ടീഷ്, അത് SCERTയിൽ 1600 ആട്ടോ കൊടുത്തത്. ഗൈഡിൽ 1601 കാണാം, പക്ഷേ SCERT പ്രകാരം 1600 കൊടുത്തത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിന് കച്ചവടശാല സ്ഥാപിക്കാൻ അനുമതി നേടിയത് ഏത് മുഗൾ ചക്രവർത്തിയിൽ നിന്നാണ്? ജഹാംഗീറിൽ നിന്നാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് കച്ചവടത്തിന് ട്രേഡ് ചെയ്യാനുള്ള അനുമതി നേടിയത്. ആരുടെ നിന്നാണ്? ജഹാംഗീറിൻ്റെ അടുത്തു നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ തങ്ങളുടെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. എവിടെയാണ്? സൂററ്റ്. 1639 മദ്രാസ് തുറമുഖത്തിൽ പകുതി ചുങ്കവരുമാനം നൽകാമെന്ന വ്യവസ്ഥയിൽ മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രാദേശിക രാജാവ് ആരാണ്? 1609 മദ്രാസ് തുറമുഖത്തിൻ്റെ പകുതി ചുങ്കവരുമാനം നൽകാമെന്ന വ്യവസ്ഥയിൽ മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ആരാണ്? ഓപ്ഷൻ സി, ദമർല വെങ്കടാദ്രി നായിക്. ആരാണ്? ദമർല വെങ്കടാദ്രി നായികാണ് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയിട്ടുള്ളത്. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച, സ്ത്രീധനമായി ലഭിച്ച പ്രദേശമാണ് ഏത്? ബോംബെ. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ ആര് കല്യാണം കഴിച്ചു? ചാൾസ് രണ്ടാമൻ കല്യാണം കഴിച്ചു. അപ്പോൾ കിട്ടിയിട്ടുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോംബെ ആണ് കേട്ടോ. ബോംബെ. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ആര് കയ്യേറി വരികയാണ്? ഇവിടെ ബ്രിട്ടീഷ് കയ്യേറി വരികയാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുധാനദി, കാളിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾ ചേർത്ത് ബ്രിട്ടീഷുകാർ പണിതുയർത്തിയ കോട്ട ഏത്? സുധാനദി, കാളിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾ ചേർത്ത് ബ്രിട്ടീഷുകാർ പണിതുയർത്തിയ കോട്ട ഏതാണ്? ഫോർട്ട് വില്യം അല്ലെങ്കിൽ വില്യം കോട്ട. അതാണ് ഇന്നത്തെ കൽക്കത്ത കേട്ടോ. ഫോർട്ട് വില്യം അല്ലെങ്കിൽ വില്യം കോട്ട. ഏതൊക്കെയാണ്? സുധാനദി, കാളിക്കട്ട, ഗോവിന്ദ്പൂർ. ഇത് വെച്ചിട്ടുള്ളൊരു കോട്ടയാണ് ഇത് ഇന്നത്തെ കൽക്കത്ത അല്ലെങ്കിൽ ഫോർട്ട് വില്യം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിന് കാരണമായി 1757 നടന്ന യുദ്ധം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി 1757 നടന്ന യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം. ആ വർഷം ഓർത്ത് വെക്കുക. 1757 പ്ലാസി യുദ്ധം നടന്നിട്ടുള്ളത്. പ്ലാസി യുദ്ധത്തിന് റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേനയോട് പരാജയപ്പെട്ട ബംഗാളിലെ നവാബ് ആരായിരുന്നു? ഈ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷിൻ്റെ
ആരാണ് ബ്രിട്ടീഷ് സേനയോട്, അതായത് റോബർട്ട് ക്ലൈവിനോട് പരാജയപ്പെട്ട ബംഗാളിലെ നവാബ് ആരാന്ന് ചോദിച്ചാൽ അത് സിറാജ് ഉദ്ദൗളയാണ്. അപ്പോൾ പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളി അതുപോലെ തന്നെ റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ഈ യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രവിശ്യകളിൽ, എവിടേക്കാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിവിനുള്ള അവകാശം ലഭിക്കാൻ കാരണമായ 1764 യുദ്ധം, അതേത് യുദ്ധമാണ്? ബക്സർ യുദ്ധം. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനുള്ള ബ്രിട്ടീഷിന് അധികാരം കിട്ടിയത് ഏത് യുദ്ധം വഴിയാണ്? ബക്സർ യുദ്ധം. അത് നടന്ന വർഷം ഏതാണ്? 1764. ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ട സംയുക്ത സൈന്യത്തിലെ താഴെ പറയുന്നതിൽ ആരെല്ലാമായിരുന്നു ഇതിലെ ബക്സർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും പിന്നെ ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തിയും ഷുജ ഉദ്ദൗള അവധിലെ നവാബും മിർ കാസിം ബംഗാളിലെ നവാബും, ഇവർ 3 പേരും കൂടിയാണ് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തത്. പക്ഷേ അവർക്ക് എന്ത് കിട്ടിയില്ല? ഇവർ ജയിച്ചില്ല. അങ്ങനെ അവിടുത്തെ നികുതി പിരിവിനുള്ള അവകാശം ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ആരാ? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. ദക്ഷിണേന്ത്യയിലെ ശക്തമായ നാട്ടുരാജ്യമായിരുന്ന മൈസൂരിനെ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ എത്ര യുദ്ധങ്ങളാണ് നടത്തിയത്? എത്ര മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്? 4 മൈസൂർ യുദ്ധങ്ങളാണ് ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിലേക്ക്, നമ്മൾ ഇനി നമ്മുടെ ഈ ഒരു സൈഡിലെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ എത്ര മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്? 4. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ സൈന്യത്തെ നയിച്ച പ്രമുഖ ഭരണാധികൾ ആരൊക്കെയായിരുന്നു? ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ സൈന്യത്തെ നയിച്ച പ്രമുഖ ഭരണാധികാരികളാണ് ഹൈദരാലിയും ടിപ്പു സുൽത്താനും. ആരൊക്കെയാണ്? ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സൈന്യത്തെ നയിച്ച പ്രമുഖ ഭരണാധികാരികൾ. ഏത് വർഷത്തെ അല്ലെങ്കിൽ എത്രാമത്തെ മൈസൂർ യുദ്ധത്തിലെ ആണ് ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിച്ചത്? ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിച്ചത് 1799 4 മൈസൂർ യുദ്ധത്തിലാണ്. 1782 2 മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി മരിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ 1799 4 മൈസൂർ യുദ്ധത്തിൽ. ഓക്കെ, അതവിടെ കിട്ടണേ. സിഖുകാരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ പഞ്ചാബ് അധിനിവേശം പൂർത്തിയാക്കിയത് ഏത് യുദ്ധത്തിലാണ്? സിഖുകാരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ പഞ്ചാബ് അധിനിവേശം പൂർത്തിയാക്കിയത് ഏത് യുദ്ധത്തിലൂടെയാണ്? ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ഏതാണ്? ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ഓപ്ഷൻ ബി, ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പരമാവധി സമ്പത്ത് കൈക്കലാക്കാൻ പ്രധാനമായും സ്വീകരിച്ച മാർഗങ്ങളെവ? കച്ചവടം. കച്ചവടം എന്തായാലും ഉണ്ട്, നികുതി പിരിവ് ഉണ്ട്, യുദ്ധങ്ങൾ, ഇതൊക്കെ വഴിയാണ് നമ്മുടെ സമ്പത്ത് അവർ തട്ടിയെടുക്കാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടും. 1793 ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ്? വർഷം നോക്കണം, ആരാന്ന് നോക്കണം. 1793 ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. 1793 കേട്ടോ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ആരാണ്? കോൺവാലിസ്. 1793. 1820 തോമസ് മൺറോ അലക്സാണ്ടർ റീഡ്. 1820 തോമസ് മൺറോ അലക്സാണ്ടർ റീഡ് എന്ത് സമ്പ്രദായം കൊണ്ടുവന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റൈറ്റ് വാരി സമ്പ്രദായം. ഏതാണ്? റൈറ്റ് വാരി സമ്പ്രദായം അല്ലെങ്കിൽ റൈറ്റ് വാരി സിസ്റ്റം. 1820 തോമസ് മൺറോ അതുപോലെ തന്നെ അലക്സാണ്ടർ റീഡ്, ഇവരാണ് റൈറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്നത്. റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കൃഷിക്കാരെ ഏത് രീതിയിലാണ് പരിഗണിച്ചിരുന്നത്? റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കൃഷിക്കാരെ ഭൂ ഉടമകളായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഭൂ ഉടമകളായിട്ടാണ് റൈറ്റ് വാരിയിൽ പോയത്. 1822, അടുത്ത വർഷം നോക്കി, 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിൽ ഹോൾട്ട് മക്കൻസി. ആരാണ്? ഹോൾട്ട് മക്കൻസി 1822 നടപ്പിലാക്കിയ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മഹൽവാരി സിസ്റ്റമാണ്. ഏതാണ്? ഓപ്ഷൻ ബി, മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റത്തിൽ നികുതി നിശ്ചയിക്കുന്നതിനുള്ള അടിസ്ഥാന യൂണിറ്റുകൾ കണക്കാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? ഗ്രാമത്തെ. ഓരോ ഗ്രാമങ്ങൾ ഓരോ മഹലാക്കിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഹൽവാരി സിസ്റ്റത്തിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തിനെ യൂണിറ്റ് ആക്കിയിട്ടാണ്? ഓരോ ഗ്രാമത്തെ ഓരോ യൂണിറ്റ് ആക്കിയിട്ട്. മറ്റേത് എന്തായിരുന്നു? റൈറ്റ് വാരി സിസ്റ്റത്തിൽ നമ്മൾ കർഷകരെ ഭൂ ഉടമകളാക്കിയിട്ടായിരുന്നു. മറ്റേത് പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റിലാണെങ്കിൽ എന്താ ചെയ്തത്? സെമീന്ദാസ് വഴിയായിരുന്നു കളക്ട് ചെയ്തത്. ബ്രിട്ടീഷ് നികുതി നയങ്ങൾ കാരണം കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യൻ കർഷകർ ആരെയാണ് ആശ്രയിക്കേണ്ടി വന്നത്? അപ്പോൾ ഇവർക്ക് നികുതി കൊടുക്കണം, അല്ലെങ്കിൽ ലാൻഡ് അവർ കൊണ്ടുപോകും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ മണി ലെൻഡേഴ്സ്, പണമിടപാടുകാരുമായിട്ട് ഇവർ കടം വാങ്ങും. അങ്ങനെ
കർഷകർക്ക് കടം വീട്ടാൻ പറ്റേണ്ടത്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ദുരന്തങ്ങളും ആരും അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ കർഷകർ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. കുറേ കഷ്ടപ്പാടുകളൊക്കെ അതിലുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, സമരം ചെയ്യാൻ തുടങ്ങി. പവർ വരട്ടെ അല്ലേ, സമരം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് സമരം ആണ് സന്യാസി കലാപം. പിന്നെ ആദ്യകാലത്തെ കുറച്ച് സമരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സന്യാസി കലാപം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് പ്രശസ്ത നോവലിലാണ് സന്യാസി കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് പ്രശസ്ത നോവലിലാണ് സന്യാസി കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്? ഓപ്ഷൻ ബി, ആനന്ദമഠം നോവലിലാണ് സന്യാസി കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഏതാണ്? ആനന്ദമഠം നോവലിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിലാണ് സന്യാസി കലാപത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ നമ്മുടെ ദേശീയഗീതമായിട്ടുള്ള വന്ദേമാതരം അല്ലേ, ദേശീയഗീതമായിട്ടുള്ള വന്ദേമാതരം ഏത് നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? നമുക്ക് അറിയാം, ആനന്ദമഠത്തിൽ നിന്നാണ് ദേശീയഗീതമായിട്ടുള്ള വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ഈ ഒരു ആനന്ദമഠത്തിൽ ഒരു ക്യാരക്ടറാണ് ഈ ഒരു പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗീതം പാടുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വന്ദേമാതരം ആലപിക്കുന്ന ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഭാവാനന്ദൻ. ആ ഒരു ആനന്ദമഠം നോവലിലെ ഭാവാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇവിടെ വന്ദേമാതരം ഇങ്ങനെ പാടുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? വർഷം 1882 ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1882 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സന്യാസിമാരോടൊപ്പം ചേർന്ന് പോരാടിയ മറ്റൊരു പ്രമുഖ വിഭാഗം ഏതാണ്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സന്യാസിമാരോടൊപ്പം ചേർന്ന് പോരാടിയ മറ്റൊരു പ്രമുഖ വിഭാഗമാണ് ഫക്കീർമാർ. ഓക്കെ, ഫക്കീർമാരും സന്യാസിമാരും കൂടെ ചേർന്നിട്ടാണ് ബ്രിട്ടീഷിനെതിരെ പോരാടിയത്. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരെല്ലാന്ന് ചോദിച്ചാൽ ഭവാനി പഥക്കും മജ്നു ഷായും. ആരാണ്? ഭവാനി പഥക്കും മജ്നു ഷായാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രമുഖ നേതാക്കൾ. ഇനി നമുക്ക് നോക്കാനുള്ളത്, സന്യാസി കലാപം കഴിഞ്ഞു, ഇനി നമുക്ക് നീലം കർഷകരുടെ കലാപം, ഇൻഡിക്കോ റിവോൾട്ട് നോക്കാം. ബംഗാളിലെ പ്രശസ്തമായ നീലം കർഷകരുടെ കലാപം ഏതാണ്? ബംഗാളിലെ പ്രശസ്തമായ നീലം കർഷകരുടെ കലാപം നടന്ന വർഷം ഏതാണ്? 1859. 1859 ഇൻഡിക്കോ റിവോൾട്ട്, നീലം കർഷക സമരം നടന്നിട്ടുള്ളത്. എവിടെ വെച്ചിട്ടാണ്? ബംഗാളിൽ. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരെ കൊണ്ട് നിർബന്ധിതമായി നീലം കൃഷി ചെയ്യിപ്പിച്ചിരുന്നത് ആരായിരുന്നു? അപ്പോൾ ഇവർ സാധാരണ കൃഷി ചെയ്യുമ്പോൾ ഇവരെ കൊണ്ട് എന്താ, നാണ്യവിളകൾ, അതായത് പ്രത്യേകിച്ചും നീലം കൃഷി ചെയ്യാൻ നിർബന്ധിച്ചത് ആരാണ്? ബ്രിട്ടീഷ് തോട്ടക്കാർ, അന്നുള്ള ഇൻഡിക്കോ പ്ലാന്റേഴ്സ് ഇവിടെ വന്നിട്ട് കൃഷി ചെയ്യുന്ന, അതായത് ഇവരുടെ ലക്ഷ്യം എന്താ? പൈസ ഉണ്ടാക്കണം, പ്രോഫിറ്റ് മേക്കിംഗ് ആണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവരെന്ത്, ഈ കർഷകരെ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങിച്ചു? നീലം കൃഷി ചെയ്യിക്കാൻ തുടങ്ങിച്ചു. അങ്ങനെ നീലദർപ്പൺ എന്ന നാടകം രചിച്ചതാരാണ്? ഇവരെ ദുരന്തങ്ങൾ, കർഷകരുടെ ദുരന്തങ്ങൾ പറയുന്ന നീലദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ആരാണ്? ദീനബന്ധു മിത്ര. അങ്ങനെ നീലദർപ്പൺ എന്ന നാടകം രചിക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? 1860. 1860 നീലദർപ്പൺ രചിക്കപ്പെട്ട വർഷം. നീലദർപ്പൺ രചിക്കപ്പെട്ട വർഷം ഏതാണ്? 1860. ബംഗാളിലെ നീലം കലാപത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയ സഹോദരന്മാർ ആരാന്ന് ചോദിച്ചാൽ ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. ആരാണ്? ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ് ഈ നീലം റിവോൾട്ടിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. പിന്നെയുള്ള പ്രധാന ഗോത്രവർഗ കലാപങ്ങളാണ് സാന്താൾ കലാപം, ഉൽഗുലാനും. ഏതാണ്? സാന്താൾ കലാപം, ഉൽഗുലാനും. സാന്താൾ കലാപം നടന്ന വർഷം എന്നാണ്? 1855. 1855 സാന്താൾ കലാപം നടന്നിട്ടുള്ളത്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ വീരനായകൻ ആരായിരുന്നു? നായകർ. ഓക്കെ, സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ വീരനായകർ സിന്ധു കാനു ആണ്. ആരാണ്? സിന്ധു കാനു ആണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ വീരനായകന്മാർ. വലിയ ഇളക്കം അല്ലെങ്കിൽ വലിയ കലാപം എന്നറിയപ്പെടുന്ന ഗോത്രവർഗ കലാപം ഏതാണ്? വലിയ ഇളക്കം അല്ലെങ്കിൽ വലിയ കലാപം എന്നർത്ഥം വരുന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. എന്താണ്? ഉൽഗുലാൻ, വലിയ കോലാഹലം, വലിയ ഇളക്കം, ആ ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. ഉൽഗുലാൻ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രശസ്ത ജനനായകൻ ആരാണ്? ബിർസ മുണ്ടയാണ്. ഉൽഗുലാൻ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രശസ്ത ജനനായകൻ ആരാണ്? ബിർസ മുണ്ട. ഇന്നത്തെ ഏത് സംസ്ഥാനത്തെയാണ് ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ മുണ്ട ഗോത്ര വിഭാഗം പ്രധാനമായും പോരാടിയത്? ജാർഖണ്ഡ്. ഓക്കെ, ജാർഖണ്ഡാണ് മുണ്ട ഗോത്ര വിഭാഗം. ആ ഒരു ഏരിയ ഏതാണ്? ജാർഖണ്ഡ്. മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷം ഏതാണ്? മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചത് 1899. 1899. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ
ഛായാചിത്രം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രവർഗ നേതാവ് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഛായാചിത്രം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ടയാണ്. ആരാണ്? ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ ജന്മദിവസം ആയ നവംബർ 15 എന്നാണ്. നവംബർ 15 ഏത് ദിനമായി ആചരിക്കുന്നു? ജനജാതീയ ഗൗരവ് ദിവസ്. ഏതാണ്? ജനജാതീയ ഗൗരവ് ദിവസ് ആണ് നവംബർ 15 നമ്മൾ ആഘോഷിക്കുന്നത്. ബിർസ മുണ്ടന്റെ ബർത്ത്ഡേ നവംബർ 15 അന്ന് ജനജാതീയ ഗൗരവ് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച പ്രശസ്ത കൃതി ഏതാണ്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച പ്രശസ്ത കൃതിയാണ് അരണ്യർ അധികാർ. ഏതാണ്? അരണ്യർ അധികാർ. ബിർസ മുണ്ടയെക്കുറിച്ച് ഇക്ബാൽ ദുറാനി. ആരാണ്? ഇക്ബാൽ ദുറാനി സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാന്ന് ചോദിച്ചാൽ ഗാന്ധി സേ പഹലെ ഗാന്ധി. ഗാന്ധിയുടെ മുൻപുള്ള ഗാന്ധി അല്ലെ? ഗാന്ധി സേ പഹലെ ഗാന്ധി ആരാണ്? ഇക്ബാൽ ദുറാനിയാണ് സംവിധാനം ചെയ്തത്. ബിർസ മുണ്ടേൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ പറയുന്ന സിനിമ. അടുത്ത ഇനി ഇപ്പം നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണ്, കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഇങ്ങോട്ട് ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ സൈനിക താവളം അല്ലെങ്കിൽ പാളയം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ശക്തമായി നിർത്ത ഭരണാധികാരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പോളിഗർമാർ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടിയ തിരുനെൽവേലിയിലെ പ്രമുഖ പോളിഗർ നേതാവ് ആരാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടിയ തിരുനെൽവേലിയിലെ പ്രമുഖ പോളിഗർ നേതാവാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടിയ തിരുനെൽവേലിയിലെ പ്രമുഖ പോളിഗർ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. കട്ടബൊമ്മന്മാരെ കൂടാതെ ബ്രിട്ടീഷുകാർക്കെതിരെ ശിവഗംഗയിൽ, എവിടെയാണ്? ശിവഗംഗയിൽ നിന്ന് പോരാടിയ പ്രമുഖരാരായിരുന്നു? അത് മരുതുപാണ്ഡ്യൻ സഹോദരന്മാരാണ്. ശിവഗംഗയിൽ നിന്നും പോരാടിയ പ്രമുഖരാരാണ്? മരുതുപാണ്ഡ്യ സഹോദരന്മാർ. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. സംഘടിതമല്ലെങ്കിൽ അത് അഞ്ചുതെങ്ങാണ്. സംഘടിത പ്രക്ഷോഭം ചോദിച്ചാൽ അത് ആറ്റിങ്ങലാണ്. കേരള ചരിത്രത്തിൽ സുപ്രധാനമായ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ആണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏതാണ്? അതായത് 1857 സിപ്പായി ലഹളയ്ക്ക് മുമ്പ് നടന്ന ഒരു സൈനിക കലാപം ഏതാണെന്ന് ചോദിച്ചാൽ വെല്ലൂർ കലാപമാണ്. ഏതാണ്? വെല്ലൂർ കലാപം. ദക്ഷിണേന്ത്യയെ ഇളക്കി മറിച്ച വെല്ലൂർ കലാപം നടന്ന വർഷം ഏത്? വെല്ലൂർ കലാപം നടന്ന വർഷം ഏതാണ്? 1806 വെല്ലൂർ കലാപം നടന്നത് 1806 വെല്ലൂരിൽ ആർക്കോട്ട് റോഡിൽ ഇതിൻ്റെ സ്മാരകമൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ പറയുന്നുണ്ട്. ആർക്കോട്ട് റോഡിലാണ് സ്മാരകം ഉള്ളത്. 1806 വെല്ലൂർ കലാപം നടന്നിട്ടുള്ളത്. വെല്ലൂർ കലാപം പൊട്ടിപ്പുറപ്പെടാൻ ഇന്ത്യൻ സൈനികരെ പ്രകോപിപ്പിച്ച പ്രധാന കാരണം എന്തായിരുന്നു? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഈ കലാപം നടക്കാൻ കാരണം വേഷവിധാന പരിഷ്കരണങ്ങളും മതചിഹ്നങ്ങൾ വിലക്കിയതുമാണ് പ്രധാന കാരണം. എന്താണ്? മെയിനായിട്ട് ഡ്രസ്സിങ്ങിലുള്ള ഒരു പ്രശ്നം കാരണമാണ് വെല്ലൂർ കലാപം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയിലെ കിറ്റൂർ പ്രദേശത്ത് ഭരണാധികാരിയായിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിത ആരാണ്? കിറ്റൂർ റാണി ചെന്നമ്മ, അല്ലെങ്കിൽ കിറ്റൂർ ചെന്നമ്മ എന്നൊക്കെ അറിയപ്പെടുന്ന റാണിയാണ്. റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ കാരണമായ സാഹചര്യം എന്തായിരുന്നു? അവർ ദത്തെടുത്ത മകനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിക്കാത്തതും അവരുടെ ഒരു പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതുമാണ്. ദത്താവകാശം വരുന്നതിനെക്കാട്ടൊക്കെ മുന്നേ തന്നെ അങ്ങനെ ഒരു പ്രശ്നമായത് ഈ കിറ്റൂറിലാണ്. കിറ്റൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷ് തടവിൽ കഴിയവേ മരണമടഞ്ഞ വർഷം ഏതാണ്? കിറ്റൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷ് തടവിൽ കഴിയവേ മരണമടഞ്ഞത് 1829 തടവിൽ കഴിയുമ്പോൾ തന്നെയാണ് ഇവർ മരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവത്തിൽ നോക്കാം. അപ്പോൾ ഇത്രയും സമരങ്ങളൊക്കെ കൂടെ നമ്മൾ എവിടേക്ക് എത്തുകയാണ്? നമുക്കൊരു സ്വാതന്ത്ര്യം വേണം എന്നൊരു ഇതിലേക്ക് എത്തുകയാണ്. അങ്ങനെ 1857 കലാപത്തിൽ ബീഹാറിലെ ജഗദീഷ്പൂരിൽ നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ 80 വയസ്സുകാരനായ നേതാവ് ആരാണ്? എവിടെയാണ്? ബീഹാറിലെ ജഗദീഷ്പൂരിലാണെങ്കിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ഓപ്ഷൻ ബി കൻവർ സിംഗ് ആണ്. 1857 കലാപത്തിൽ ബീഹാറിൽ ജഗദീഷ്പൂരിലാണെങ്കിൽ അതാരാണ്? കൻവർ സിംഗ്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ കൊണ്ടുവന്ന 2 പ്രധാന നയങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ കൊണ്ടുവന്ന പ്രധാന നയങ്ങൾ സൈനിക സഹായ വ്യവസ്ഥ, അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമവുമാണ്. സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ് പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ദത്താവകാശ നിരോധന നിയമം,
ഡോക്ട്രിൻ ഓഫ് ലാബ്സ് നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് പോളിസി നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭു. 1857 കലാപത്തിൽ തൊട്ടു മുമ്പ് ബ്രിട്ടീഷുകാർ സൈന്യത്തിൽ പുതുതായി അവതരിപ്പിച്ച തോക്കുകൾ ഏതാണ്? എൻഫീൽഡ് തോക്കുകൾ. ഈ തോക്കുകളിൽ എന്താ പറയുന്നത്? ഈ മൃഗങ്ങളുടെ കൊഴുപ്പ്, മെയിനായിട്ട് പശു, പന്നി, ഈ മൃഗങ്ങളുടെ കൊഴുപ്പ് ഉണ്ട് എന്നുള്ളൊരു പ്രചരണത്തിലാണ് അത് ഇവർക്കത് ഉപയോഗിക്കാൻ ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്. അപ്പോൾ പശു, പന്നി, മൃഗങ്ങളുടെ കൊഴുപ്പുണ്ട് എന്നുള്ള പ്രചരണം കാരണമാണ് ആ കലാപം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് തുടക്കത്തിലെ പ്രശ്നങ്ങൾ. ഈ കൊഴുപ്പ് പുരട്ടിയ തോക്കുകൾ കടിച്ചു തുറക്കാൻ വിസമ്മതിച്ചത് ഭരത്പൂറിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. അപ്പോൾ ഇത് കടിച്ചു തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മംഗൾ പാണ്ഡെ പറ്റില്ല പറഞ്ഞിട്ട് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വെടിവെക്കാണ്. അങ്ങനെ അതിൻ്റെ പേരിൽ ആദ്യ രക്തസാക്ഷി ആയതും മംഗൾ പാണ്ഡെയാണ്. 1857 ഏപ്രിൽ 8 എന്ത് ചെയ്യാണ്? മംഗൾ പാണ്ഡെനെ തൂക്കിലേറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ 1857 കലാപം സൈനികർ ഒത്തുചേർന്ന് ഔദ്യോഗികമായി ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ ഏതു സ്ഥലത്ത് നിന്നാണ്? എവിടെ നിന്നിട്ടാണ്? മീററ്റിൽ നിന്നിട്ട് കേട്ടോ. 1857 കലാപം സൈനികർ ഒത്തുചേർന്ന് ഔദ്യോഗികമായി ആരംഭിച്ച ഉത്തർപ്രദേശിലെ ഏതു സ്ഥലത്ത് നിന്നാണ്? ഓപ്ഷൻ ബി, മീററ്റിൽ നിന്നാണ്. ലാപ്പിൻ്റെ കീബോർഡിന് എന്തോ ഒരു കുഴപ്പം വരുന്നില്ല. മീററ്റ്. ഓക്കെ, മീററ്റിൽ നിന്നാണ് ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത്. മീൻസ് സംഘടിച്ചിട്ട് തുടങ്ങിയത് മീററ്റിലാണ്. മീററ്റിൽ നിന്നും ഡൽഹിയിൽ എത്തിയ വിപ്ലവകാരികൾ ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനെ. ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. 1857 കലാപത്തിൽ ഡൽഹിയിലെ വിപ്ലവകാരികൾ സൈനിക നേതൃത്വം നൽകിയ ജനറൽ ആരാണ്? ജനറൽ ഭഗത് ഖാൻ ആട്ടോ. 1857 കലാപത്തിൽ ഡൽഹിയിലെ വിപ്ലവകാരികൾക്ക് സൈനിക നേതൃത്വം നൽകിയ ജനറൽ ആരായിരുന്നു? ജനറൽ ഭഗത് ഖാൻ. ഝാൻസിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടി വീരമൃത്യു വരിച്ച വനിത ആരാണ്? നമ്മുടെ റാണി ലക്ഷ്മിബായി. ആരാണ്? റാണി ലക്ഷ്മിബായി. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ മറാഠ ഭരണാധികാരി ആരാണ്? കാൺപൂരിലാണെങ്കിൽ അതാര്? നാനാ സാഹിബാണ് കാൺപൂരിൽ. ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി. നാനാ സാഹിബിൻ്റെ സൈനിക തലവനും ഗറില്ല യുദ്ധമുറകളിൽ പ്രാവീണ്യമുള്ളവനുമായ നേതാവ് ആരാണ്? താന്തിയ തോപ്പി കേട്ടോ. താന്തിയ തോപ്പി. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയ അവധിലെ ഭരണാധികാരി ആരാണ്? ലക്നൌവിലാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹൽ. ആരാണ്? ലക്നൌവിലാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിൻ്റെ പരാജയത്തോടെ ഇന്ത്യയിൽ അവസാനിച്ച ഭരണം ആരാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്താവുന്നുണ്ട്? അവിടെ അവസാനിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നുണ്ട്. അങ്ങനെ 1857 വിപ്ലവത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ആരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി? ബ്രിട്ടീഷ് രാജ്ഞിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നേരിട്ടുള്ള കീഴിലായി ഇന്ത്യയുടെ ഭരണം. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിന് ശേഷം ഗവർണർ ജനറൽ എന്ന പദവി ഏത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? വൈസ്രോയ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ. പിന്നെ ഇതോടൊപ്പം ഒന്ന് ആലോചിച്ചിരിക്കേണ്ടത് 1857 എന്ന് പറഞ്ഞ സിനിമ, 1857 എന്ന് പറഞ്ഞ സിനിമ മോഹൻ സിൻഹയാണ് ഡയറക്റ്റ് ചെയ്തത്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് കേതൻ മേത്തിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി ക്രിഷ് ജഗർലാമുഡിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഝാൻസി റാണി എന്ന കൃതി രചിച്ചത് മഹാശ്വേത ദേവിയും അമൃതം തേടി എന്നത് മലയാറ്റൂർ രാമകൃഷ്ണനുമാണ്. ഇത്രയും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് ഓക്കെ ആണോ? ഇങ്ങനെ മതിയോ? അല്ലെങ്കിൽ നിങ്ങളെ കമൻസ് അറിയിക്കുക. നിങ്ങളെ കമൻസാണ് നമ്മുടെ അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം കുറച്ച് ഫാസ്റ്റാണ്, പക്ഷെ നമുക്കത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് സ്പീഡ് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ടൈം എടുത്ത് ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് LD ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മെല്ലെ പോവാം. ഇത് നമ്മൾ ഓടിച്ചു പോവാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.